ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ എല്ലാവർക്കും അറിയാവുന്ന സാറ കൊച്ചിനെ കുറിച്ചാണ്. അതായത് ഒരു വിളിക്കാത്ത സദ്യക്ക് പോയിട്ട് കൂളായിട്ട് തിന്നിട്ട് പോയ ഒരു വീഡിയോ വൈറലായി. ഞാനും അത് റിയാക്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരത്തിയുടെ ഭർത്താവ് ചാക്കോ എന്ന് പറയുന്ന അവർ തമ്മിൽ ലിവിങ് ടൂതറായിട്ട് നിന്നു. പിന്നെ അവർ കല്യാണം കഴിച്ചു. എന്നിട്ട് ഇപ്പൊ വീഡിയോ ഇടും. പുള്ളിക്കാരത്തിയുടെ സംസാര ശൈലിയും പിന്നെ സാറ കൊച്ചിന്റെ ചാക്കോയ്ക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായപ്പോ ആ ആക്സിഡന്റിനെ വിവരിച്ചതാണ്. ഹോസ്പിറ്റലിൽ പോകുന്നതൊക്കെ വളരെ ഫണ്ണി ആയിട്ട് വിവരിച്ചു. അല്ല അയ്യോ പൊത്തോന്നും പറഞ്ഞ കാറിയൊന്നുമില്ല. അതുകൊണ്ടൊക്കെ അതെല്ലാം വൈറലായി. അതിലെല്ലാം വൈറലായത് എന്താണെന്ന് ചോദിച്ചാൽ പുള്ളിക്കാരത്തിയുടെ തീറ്റയാണ്. ഭർത്താവ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഇങ്ങനെ തിന്നുകൊണ്ടേയിരിക്കുന്നതായിട്ടാണ്. പുള്ളിക്കാരന് കൊടുത്തിട്ടേ ഇല്ലാത്ത പോലെ നമുക്ക് തോന്നി. പക്ഷെ കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അതിന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിപ്പോ എല്ലാവരും കൂടെ പറഞ്ഞു ഒരു ദിവസം തിന്നുന്ന സംഭവം കണ്ടിട്ടുണ്ട്. അതാണ് കാണണ്ടേ. അയ്യോ, നമ്മൾ ഒരാഴ്ച ഇരുന്നാൽ തിന്നാൻ പറ്റില്ല കേട്ടോ. കൊത്തിയാകുന്നൊക്കെ പറയില്ലേ. പല്ലിലാണ് കമ്പി കൊണ്ടിട്ടുണ്ട്. കമന്റ് ബോക്സ് ചെയ്യാൻ നോക്കിയപ്പോഴേ ആ കമ്പി ഓടിക്കും ഇത് കാണുന്ന ഡോക്ടർ നീ കമ്പി ഓടിച്ച് ഇങ്ങോട്ട് വാടി എന്ന് പറയും. അതേപോലെ ഈ കമ്പിയും വിട്ടോണ്ട് തിന്നാൻ തന്നെ ബുദ്ധിമുട്ട് ആൾക്കാർ കമന്റിൽ എഴുതിയിട്ടുണ്ട്. കമ്പിക്കടയിലൊക്കെ കയറി അതെടുത്ത് കളയണം. നമ്മൾ ഒരു ഗ്ലാസ് ഓരോരുത്തർ എഴുതിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ 1 കിലോ കൂടും. ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ. പിന്നെ ആൾക്കാർക്ക് കഴിക്കണമെന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ ഒരു കാലഘട്ടം വെച്ച് അധികമൊന്നും കഴിക്കാൻ നമുക്ക് പറ്റത്തില്ല. അങ്ങനെയും കൂടെ ഒരു രീതിയുണ്ട്. ആ സമയത്ത് നമ്മുടെ സാറ കൊച്ചിന്റെ തീറ്റി അതാണ് കാണണ്ടേ. അത് വിവരിക്കുന്നത് വളരെ കോമഡിയാ. എന്നാൽ അതിനു മുന്നേ ഈ കൊച്ചിനെ വളരെ മോശമായിട്ട് കമന്റ് ഇടുന്ന ഒരു രീതിയുണ്ട്. അത് ഇപ്പൊ ഏത് പെൺകുട്ടി ഇൻസ്റ്റയിലോ യൂട്യൂബിലോ സ്ത്രീ ആണേലും ഒരു വീട്ടമ്മയാണേലും വീഡിയോ ചെയ്ത കുറെ അധികം ആൾക്കാർ പുരുഷന്മാർക്ക് ഒരു തെറ്റിദ്ധാരണ സംഭവിച്ചിട്ടുണ്ട്. ഈ സാറെ വെടി എന്ന് വിളിച്ചു. ആ കൊച്ചതിന് കൊടുക്കുന്ന മറുപടി ഞാൻ ഇടാം. ഇട്ട് കഴിഞ്ഞ് ഞാൻ അടുത്ത തിന്നുന്ന ഇടാം. അത് കോമഡിയാണ്. അപ്പം ആ കൂടെ എനിക്കും പറയാനുണ്ട് ഒരു കാര്യം. നമ്മളിപ്പോ ഒരു വീഡിയോ ഒരു യൂട്യൂബ് ചാനലിൽ ഇടാമെന്ന് ഞാനാണ് റിയാക്ഷൻ ചാനലാണ്. അപ്പൊ എനിക്ക് പല രീതിക്കുള്ള വീഡിയോകൾ കൈ വരും. അത് ഇടേണ്ടി വരും. ആ വീഡിയോ ഇടുന്ന വെച്ച് നമ്മളെ അളക്കരുത്. നമ്മുടെ കിട്ടുന്ന വീഡിയോ ഇപ്പൊ കൂടുതലും സബ്സ്ക്രിപ്ഷനും തുണി വരച്ചിട്ടുള്ള ആറാട്ടമാണ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടം. അപ്പൊ അതിനെതിരെ പ്രതികരിക്കാന്ന്. കഴിഞ്ഞ ദിവസം ഒരു പ്രായമുള്ള സ്ത്രീയുടെ വീഡിയോ കേട്ടു. ഞാൻ അതിന്റെ ലാസ്റ്റ് പറയാനുണ്ട്. ഇവരൊക്കെ മണിമാളിയെ കയറിയിരുന്ന് റൂം അടച്ച് ക്യാമറ തുറന്ന് തുണി പറിച്ചിട്ട് ആറാടിയിട്ട് അവര് കാശുണ്ടാക്കും. എന്നിട്ട് ഇപ്പൊ സാധാരണക്കാരായ ആൾക്കാർക്ക് അമ്മമാർക്ക് സ്വന്തം പെൺകുട്ടികളെ പുറത്തേക്ക് വിടാൻ പേടിയാ. കാരണം ഇതൊക്കെ കണ്ടിട്ട് ഈ ടീനേജ് പ്രായത്തിലുള്ള പിള്ളേർ കഞ്ചാവും വലിച്ചിരുന്ന് ഇവരുടെ ഈ ഷോ കണ്ടിട്ട് ഇതാണ് സ്ത്രീ എന്നൊക്കെ കണ്ട് എന്തൊക്കെയോ തോന്നലിരിക്കുമ്പോൾ നമ്മുടെ പാവപ്പെട്ട നമ്മുടെ പിള്ളേർ മുന്നിൽ കൂടെ പോവുകയോ എടുക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഇവന്മാര് ചിലപ്പോ കയറി പിടിച്ചെന്നിരിക്കും. ഇന്നലെ എങ്ങാണ്ടൊക്കെ ഒരു ശരിക്കും ബുദ്ധിസ്ഥിരതയില്ലാത്തൊരു പെൺകൊച്ചിനെ പീഡിപ്പിച്ച കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇപ്പൊ സാധാരണക്കാരായ അമ്മമാര് പറയുന്നുണ്ട് ഈ സബ്സ്ക്രിപ്ഷനൊക്കെ നിർത്തലാക്കണം. ഇത് കാരണം ഈ പോൺ സൈറ്റൊക്കെ കാരണം വെളിയില് അവനവന്റെ മക്കളെ ഒന്ന് ചുമ്മാ പോലും വിടാൻ പേടിയാ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ തന്നെ പറഞ്ഞാണ് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടത്. അല്ലാതെ ആ വീഡിയോ ഇട്ട ഭാഗം നമ്മൾ കാണിച്ചെന്ന് കരുതി നമ്മൾ അവരുടെ ചിന്താഗതിയല്ല. ഞാനൊക്കെ വീഡിയോ ചെയ്യുന്ന മാന്യമായ വേഷം ധരിച്ച് മാന്യമായ ഭാഷ ഉപയോഗിച്ച് ഒരു തെറിയോ അല്ല അങ്ങനെ ഒട്ടും ഒരു തെറി ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളെ പോലും പറയാറില്ല. അങ്ങനെ ഒന്നും ചെയ്യില്ല. പക്ഷെ എന്നാലും ചിലരുടെ വിചാരം എന്താണെന്ന് ചോദിച്ചാൽ ഈ യൂട്യൂബിലൊക്കെ വന്ന് വീഡിയോ ചെയ്യുന്ന സ്ത്രീകള് അവർക്ക് പൈസക്ക് എന്തോ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അല്ലെ അവർക്ക് ഭർത്താവിൽ നിന്ന് സ്നേഹം കിട്ടുന്നില്ല, പ്രണയം കിട്ടുന്നില്ല എന്നൊക്കെ ഒരു തെറ്റിദ്ധാരണ ചില പുരുഷന്മാർക്ക് വന്നിട്ട് നമ്മൾ ഈ വീഡിയോ ഒക്കെ ഇടുമ്പോൾ ഇവരുടെ വിചാരം ഈ സ്ത്രീകള് വീഡിയോ ഇടുന്ന എല്ലാവരും ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീകളെ വളയ്ക്കാൻ എളുപ്പമാണ്. ഇനി ചുമ്മാ ഇങ്ങനെ പൂച്ച വിളിക്കുന്ന പോലെ ഇനി വിളിച്ചാൽ ഇനി കൂടെ പോരും എന്നൊക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഈ വളയ്ക്കാൻ വരികയും യൂട്യൂബ് വീഡിയോ ഇടുന്ന ഇപ്പൊ സാറെ വെടിയെന്ന് വിളിച്ച പോലെ ആ കൊച്ചു നല്ല കുടുംബമായിട്ട് കഴിയാണ്. 10-20 വയസ്സേ ഉള്ളൂ. അതിനെയൊക്കെ കയറിയാ വെടിയെന്ന് വിളിക്കുന്നത്. അപ്പം അതേപോലെ മാന്യമായിട്ട് പറയുന്നവരെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങളെ പറ്റി എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ ചിന്തിച്ച് താഴെ കമന്റ് ഇടുന്ന ആണുങ്ങള് നിങ്ങളുടെ ഒരു വിചാരമുണ്ട്. അതായത് നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീ ഉണ്ടല്ലോ, ആ സ്ത്രീയെ ഇങ്ങനെ സ്വർഗത്തിൽ നിന്ന് ഒരു നൂല് കെട്ടിയിട്ട് ആ നൂല് വഴി ഇങ്ങനെ താഴോട്ടിറക്കും. ഇടവും വലവും പുരുഷന്റെ മണവോ ഗന്ധവോ നോട്ടവോ ഒന്നും ഏക്കില്ല. നേരെ സ്വർഗത്തിൽ നിന്ന് നിങ്ങളുടെ മുന്നിൽ കൊണ്ടിടും. എന്നിട്ട് നിങ്ങൾ കല്യാണം കഴിച്ച് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടിരുത്തിയിരിക്കുക റൂമിന്റെ അകത്ത്. പിന്നെ എല്ലാം നിങ്ങൾ പൂട്ടി താക്കോലുമായിട്ടാണ് വെളിയിലോട്ട് പോകുന്നത്. കാരണം നിങ്ങൾ പുറത്തിറങ്ങി കാണുന്ന പെണ്ണുങ്ങളെ വളയ്ക്കാൻ വേണ്ടി പെണ്ണുങ്ങളുടെ പുറകെ നടക്കുമ്പോൾ അവളുമാരവിടെ പരിശുദ്ധിയായിട്ടിരുന്നോളും. ഇതെല്ലാം നിങ്ങളുടെ വിചാരം. അതായത് അവനവന്റെ ഭാര്യ വളരെ പരിശുദ്ധിയാണ്, എന്നാൽ ഇവളുമാരൊക്കെ പുതുമുതലാണ്, ഇവളുമാരെയൊക്കെ വളയ്ക്കാം, ഇനി പോന്നോളും എന്നൊരു മിഥ്യാധാരണ നിങ്ങൾക്ക്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക,
നിങ്ങളെക്കാട്ടും വളരെയധികം എല്ലാ കാര്യത്തിലും യോഗ്യതയുള്ള പുരുഷന്മാരായിരിക്കാം ഞങ്ങളുടെ ഭർത്താക്കന്മാര്, എല്ലാ കാര്യത്തിലും ഉള്ളത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഞങ്ങളുടെ ഹസ്ബൻഡ് ഇല്ലാത്ത ഒരു യോഗ്യത നിങ്ങളെ കാണാൻ ഞങ്ങൾക്ക് സാധിച്ചെന്ന് വരില്ല, പിന്നല്ലേ ആകർഷണം തോന്നി. പിന്നെ യൂട്യൂബിൽ വന്ന് വീഡിയോ ഇടുന്ന ഓരോരുത്തരുടെ ഇപ്പൊ വീട്ടമ്മയായിട്ടിരിക്കുന്നു, ഒരു ടൈം പാസ് അല്ലെങ്കിൽ അതിൽ നിന്നൊരു പൈസ കിട്ടുന്ന അതിൽ നിന്നല്ല, മാനം വിറ്റല്ല, ഒരു ഇതും കാണിക്കാതെ അതിൽ നിന്ന് എന്തെങ്കിലും യൂട്യൂബ് മണി തരുന്നുണ്ട്. അതിലുപരിയായിട്ട് ആ വീഡിയോ ചെയ്യുമ്പോൾ കമന്റ് ബോക്സിൽ ആൾക്കാർ വന്ന് ഓരോന്ന് വിശേഷം ചോദിക്കുമ്പോഴും അല്ലെ അവരുടെ സ്നേഹം, ഇപ്പൊ മായച്ചേച്ചിയെ കാണുന്നത് തന്നെ ഒരു സന്തോഷമായ എന്നൊരു കമന്റ് കണ്ടാൽ അതാ കമന്റ് വായിക്കുമ്പോൾ എനിക്കൊരു സന്തോഷം അല്ലെ, അങ്ങനെ അതിനു വേണ്ടി ചെയ്യുന്നതാവാം. അല്ലാതെ ഒരിക്കലും ഈ കമന്റ് ബോക്സിൽ വന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ഞങ്ങളുടെ പുരുഷന്മാരൊന്നും ഇവിടെ തളർവാദം പിടിച്ച് കട്ടിലെ കിടക്കുന്നവരുമല്ല, ഞങ്ങൾക്ക് ആർക്കും ഒരു പൈസയ്ക്ക് കുറവില്ല. പിന്നെ ആദ്യമായിട്ട് രണ്ടാമത് പറയാനുള്ള പൈസയ്ക്ക് വേണ്ടി മെമ്പർഷിപ്പ് ലൈവും സബ്സ്ക്രിപ്ഷനും നടത്തുന്ന ഇഷ്ടംപോലെ സോഷ്യൽ മീഡിയ സ്ത്രീകളുണ്ട്, പെൺകുട്ടികളുണ്ട്, പ്രായം കുറഞ്ഞവരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവരുടെ അവിടെ പോയി പൈസ അടച്ചേച്ച് ഒന്നേക്കാണ് അവരെ കൂടെ കിടക്കാൻ വിളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വിളിക്കാം. കാരണം അവര് തുണി പറിച്ചിട്ട് ആറാടുന്നാണ്, നിങ്ങൾക്ക് അവിടെ ചോദിക്കാം. അല്ലാതെ മാന്യമായിട്ട് വീഡിയോ ചെയ്യുന്ന ഒരു കൂടെ പോകുവോ കൂടെ കിടക്കുവോ വെടി അത് ഇതിപ്പോ സാറെ വെടിയെന്ന് വിളിച്ച് ഇങ്ങനെയൊക്കെ വിളിക്കാൻ പാടില്ല. പാടില്ല എന്ന് എന്റേതായ ഭാഷ മര്യാദ പറയുന്നത്. ഇനി സാറ പറയുന്ന കേൾക്കാം. ഈ വീഡിയോസിന്റെ അടിയിൽ വന്ന കമന്റുകളാണ് ഈ കാണുന്നതെല്ലാം. അപ്പം ഞാനും ഒന്നുന്ന ചോറ് തന്നെയാടേ. അപ്പൊ എനിക്ക് മനസ്സിലാവും ഇത് ഒരുത്തൻ തന്നെ ഈ ID പലതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അവൻ തന്നെ പോസിറ്റീവായിട്ടും പറയുന്നു നെഗറ്റീവായിട്ടും പറയുന്നു. പക്ഷെ എന്റെ വിഷയം അതൊന്നുമല്ല. ഇത് ഇട്ടതാണെങ്കിലും പെണ്ണാണെങ്കിലും 30 ദിവസം, അതായത് 1 മാസം ഞാൻ സമയം തരും. ഇതിനുള്ളിൽ ഈ ഇട്ടിരിക്കുന്ന കമന്റുകൾ ഡിലീറ്റ് ആയിട്ടില്ല എങ്കിൽ സാധാരണ ഒരു പെണ്ണ് പറയുന്ന പോലെയോ അല്ലെങ്കിൽ സാധാരണ ഒരു വ്യക്തി പറയുന്ന പോലെയോ ഇത് കണക്ട് ചെയ്യരുത്. ഞാൻ എവിടാണോ അവിടെ വന്ന് തൂക്കിയിരിക്കും. തൂക്കാന്ന് പറഞ്ഞത് ഞാൻ മാസടിക്കുമല്ല. നമുക്ക് എല്ലാ കാര്യങ്ങളൊക്കെ പറയുന്നതിനൊരു എല്ലാത്തിനും ഒരു മര്യാദ വേണോടാ. ഈ വെടി എന്ന് പറയുന്ന വാക്ക് ഒരു ചെറുതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇതൊക്കെ എന്നെ സംബന്ധിച്ച് അത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. കാരണം ഞാനൊരു കല്യാണം കൂടെ കഴിഞ്ഞൊരു പെൺകൊച്ച. എനിക്കിപ്പോ 22 വയസ്സ്. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം 4 മാസം കൂട്ടിക്കും. കല്യാണത്തിന് മുന്നേ 2 വർഷം ഞാൻ എന്റെ ഭർത്താവുമായിട്ട് ലിവിംഗിലായിരുന്നു. ഇതിനു മുമ്പ് ഒരു 3 വർഷം ഞാൻ ECR പഠിക്കുമായിരുന്നു കോളേജിൽ. അതിന് ബാക്കിലോട്ട് 2 വർഷം. കാരണം എന്റെ +2 കാലഘട്ടം, 1 തൊട്ട് +2 വരെയുള്ള കാലഘട്ടം ഞാൻ എന്റെ അപ്പന്റെ കൂടെ ഇരുന്നിട്ട് സ്കൂളിൽ പോകുന്ന സമയമാണ്. ആകെപ്പാടെ എനിക്ക് 22 വർഷം. കണക്ക് കൂട്ടി വരുമ്പോ കണക്കുകൾ ശരിയാവുന്നില്ലല്ലോ. ഇതിനിടയ്ക്ക് എപ്പോഴാണ് ഞാൻ നീ പറഞ്ഞ കാര്യത്തിൽ പോകുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. മര്യാദയ്ക്ക് കഞ്ഞിയും കറിയും കളിച്ചു പോലും എനിക്ക് ഇതുവരെ സമയം മതിയിട്ടില്ല. അപ്പോഴാണോ അവന്റെ അമ്മയുടെ വെടി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടി പ്രായമൊക്കെ പറഞ്ഞു. അല്ലെ തന്നെ അതിന്റെയൊക്കെ മുഖത്ത് നോക്കി അങ്ങനെ വിളിക്കാൻ തോന്നുന്നു. ഇത് വിളിച്ചോ, നിങ്ങൾ ഇത് വിളിക്കോ, നിങ്ങൾ അവിടെ പൈസയ്ക്ക് കൂടെ വരുമോ എന്ന് ചോദിക്കോ, നിങ്ങൾ എന്ത് വേണേലും ചെയ്തോ. അത് അങ്ങനെ നടത്തുന്നവരുണ്ട്. മെമ്പർഷിപ്പ് ലൈവ് ഉണ്ട്. കാശിട എന്ന് പറഞ്ഞ് കിടന്ന് അലറുന്ന പെണ്ണുങ്ങളെ കാണാൻ ലൈവ് എടുത്ത് നോക്കുക, അവിടെ കൊണ്ടിടുക, അവരോട് ചോദിക്കുക, അവര് കൊടുക്കും. ഈയിടെ ഉണ്ടായിരുന്നല്ലോ സബ്സ്ക്രിപ്ഷൻ നടത്തിയ ചിലരെയൊക്കെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ കാണാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞുള്ള മറുപടി നമ്മൾ ആരാണ്ടൊക്കെ വീഡിയോ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ കാണാൻ പറ്റിയും എടുക്കാൻ പറ്റിയും എല്ലാം നടക്കും. അത് അവരുടെ അടുത്ത്. പിന്നെ തെങ്ങിനും കവുങ്ങിനും ഒരേ കയറുന്ന സാധനമുണ്ട് സ്ലാപ്പിൽ, എന്തോ അത് ഇടരുത്. എല്ലാ സ്ത്രീകളെയും ഒരേപോലെ കണക്കാക്കരുത്. സാറ് പറഞ്ഞതാണ്. ഓരോരുത്തരെ അവരെ കണ്ടു മനസ്സിലാക്കിയിട്ട് വേണം അവരോട് ചോദ്യം ചോദിക്കാൻ. മെമ്പർഷിപ്പ് ലൈവിന്റെ കീഴെ മരവാന പോലെ പോയി നിന്നിട്ട് അതേ അവിടെ നിൽക്കുന്ന ആ സ്ത്രീയോട് ഇരുന്ന കമന്റ് ഇപ്പുറത്ത് എന്നെ പോലുള്ളവരുടെയൊക്കെ അടുത്ത് വന്ന് ഇടരുത്. അല്പമെങ്കിലും ബോധമുണ്ട് ഇടരുത്. ഇപ്പോഴത്തെ കാലത്ത് നിങ്ങളുടെ ID എന്ത് ഫേക്ക് ആണെങ്കിലും സൈബർ സെല്ലിൽ കൊടുത്താൽ നിങ്ങൾ ആ നിന്ന നിപ്പിൽ ഈ പെങ്കൊച്ച് പറഞ്ഞോളൂ തന്നെ തൂക്കാനുള്ളതുണ്ട്. പിന്നെ ഞാനൊന്നും പോകാറില്ല. കാരണം അതിന്റെയൊക്കെ പുറകെ പോകാൻ ഇവിടെ എനിക്ക് എളുപ്പമാണ്, എറണാകുളം ആയതുകൊണ്ട്. പക്ഷെ എന്നാലും പുറകെ പോകാൻ സമയമില്ല. അതുകൊണ്ട് പറയുകയാണ്, എല്ലാവരും യൂട്യൂബിൽ വന്ന് വീഡിയോ ചെയ്യുന്ന സ്ത്രീകളെല്ലാം മോശമാണെന്നൊരു വിചാരം വേണ്ട. മോശമാകുന്നവരെ നിങ്ങൾക്കറിയാം. അവര് രാവിലെ അമ്പലത്തിൽ പോയിട്ട് രാത്രി മതാലസ്യായിട്ട് വീഡിയോ ചെയ്യുന്ന ചാനലുണ്ട്, ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ. പിന്നെ എന്താ നിങ്ങൾക്ക് ക്ഷാമം? പോകുന്നവരുടെ അടുത്ത് പോകും, അല്ലാത്തവരെ വെറുതെ വിട്. അവരവരുടെ ഒരു പാഷനുമായിട്ട് അങ്ങ് മുന്നോട്ട് പോയിക്കോട്ടെ, വെറുതെ ശല്യമില്ലാതെ. അപ്പം നമ്മുടെ സാറയുടെ ഒരു ദിവസത്തെ തീറ്റി ഒന്ന് കാണാം. അന്തം വിട്ട് കുന്തം വീഴുക എന്ന് പറഞ്ഞാൽ ഇതാണ് ഇന്നത്തെ കാലത്തെ. എല്ലാവരുടെ അഭ്യർത്ഥന പ്രകാരം ഞാൻ എൻ്റെ വോട്ട് എയ്റ്റിനിടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെളുപ്പിനെ 12 മണിയായപ്പോൾ എനിക്ക് വിശന്നു. അപ്പോൾ ഞാൻ ഒരു നൂഡിൽസ് ഉണ്ടാക്കി കഴിച്ചു. എന്നിട്ട് ഞാൻ പോയി മാണ്ട് ഉറങ്ങിയിട്ട് രാവിലെ എണീറ്റപ്പോൾ 3 അപ്പവും കടലക്കറിയും എടുത്ത് കഴിച്ചു. നല്ല അപ്പവും കടലക്കറിയായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് കഴിച്ചത്. പിന്നെ ഒരു 11 മണിയായപ്പോഴത്തേക്ക് 2 ഏത്തയ്ക്ക പുഴുങ്ങിയത് ഒരു മുട്ട എടുത്ത് കഴിച്ചു. എളുപ്പം എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉടച്ചുടച്ച് ഞാൻ വെച്ചത്. അങ്ങനെ അതെല്ലാം കഴിച്ച് TVയും കണ്ടിരിക്കുമായിരുന്നു. പിന്നെ എന്നിട്ട് നേരെ പോയി കുളിച്ചു. അപ്പോഴത്തേക്ക് ഞാൻ ചോറിൻ്റെ സമയമായി. ചോറാണെങ്കിൽ കുഴി ഒഴിച്ച് വെച്ചിരിക്കുന്ന ബേസ് സോഫ്റ്റ് ആവാൻ വേണ്ടി കുറച്ച് മോര് വയ്ക്കാനാണ്. അങ്ങനെ ചോറെല്ലാം കഴിച്ചു. പിന്നെ ഞാൻ കയറി കിടന്നുറങ്ങിയിട്ട് ചാച്ചൻ്റെ കൂട്ടാൻ്റെ വീട്ടിൽ പോയി. അവിടെ
ചെന്നപ്പോൾ ജ്യൂസ് ഉണ്ടായിരുന്നു. എന്നെ ജ്യൂസിൽ ഒതുക്കാൻ പറ്റത്തില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് ഒരു പ്ലേറ്റ് നിറയെ എന്തൊക്കെയോ കേക്കും വച്ചപ്പോൾ മിച്ചറും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അതിനൊന്നും വിഷമം വരാതിരിക്കാൻ ഞാനതങ്ങ് വാങ്ങിച്ചേച്ച് ഓരോന്നായിട്ട് കഴിച്ചു തുടങ്ങി. അതിൻ്റെ അത് ബോംബെ മിച്ചർ ഉണ്ടായിരുന്നു, കൈ സൂപ്പർ ആയിരുന്നു. ഞാനാണ് വാരി വാരി തിന്നുകൊണ്ടിരിക്കുവായിരുന്നു. ഇത്രയും കമ്പി ഇട്ടുകൊണ്ട് എങ്ങനെ ഇതെല്ലാം ഗ്രൈൻഡ് ചെയ്ത് വിടുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അച്ചാച്ചൻ എന്നെ തന്നെ നോക്കിയിരിക്കുവായിരുന്നു. അപ്പൊ ആണ്ട്ര അച്ചാച്ചന്റെ അമ്മ അകത്ത് ചക്ക വേവിക്കുന്നത് ഞാൻ കണ്ടു. അപ്പൊ അതിൻ്റെ അകത്ത് കുറച്ച് ചുള എടുത്തോണ്ട് കഴിച്ചുകൊണ്ടിരുന്നു. ഈ ചക്കയുടെ വളവായിട്ട് വല്ല റബ്ബർ പാലമാണോ ഒഴിച്ചതെന്ന് എനിക്ക് സംശയം വന്നു. എന്നെ പാടായിരുന്നു ചവച്ച് കുറച്ച് കഴിക്കാനായിട്ട്. അങ്ങനെ അവിടെ ഇരുന്നപ്പോൾ അടുത്ത വിളി വന്നു ചാച്ചന്റെ കസിന്റെ വീട്ടിലോട്ട്. അങ്ങനെ നേരെ അവിടോട്ട് ചെന്നപ്പോൾ ഒരു പെട്ടി നേരെ സ്നാക്സ് ചേച്ചി എനിക്ക് എടുത്തു വന്നു. അങ്ങനെ ഓരോന്നായിട്ട് ഞാൻ എടുത്ത് നോക്കുവാണ്. ഇത് ഞാൻ ആദ്യമായിട്ട് കഴിക്കാൻ, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് കൈസ്. അത് കഴിഞ്ഞപ്പോൾ ഇത് തക്കാളി മുറുക്ക് നിങ്ങൾക്ക് അറിയാമോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ അവിടെ നിന്ന് തീർക്കാന്ന് വിചാരിച്ചു, പക്ഷെ അതും പാടായിരുന്നു. എന്റെ കഷ്ടപ്പാട് നിങ്ങൾക്ക് കണ്ടോ. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഏതാണ്ട് കിഴിക്കാത്തിരിക്കുന്നു. പിന്നെ അതും എടുത്ത് നോക്കി, അതും നല്ലതായിരുന്നു. അതെല്ലാം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ തക്കാളി മുറുക്ക് ഒരു വിധത്തിൽ ഞാൻ മൊത്തം എടുത്തങ്ങ് തീർത്തു. അപ്പൊ താണ്ട്ര അവിടെ 3 പഴം ഇരിക്കുന്നുണ്ട്. ഇത്രയും നേരം കളറുള്ളതല്ല കഴിച്ചു, ഇനി ഒരു പഴം കഴിക്കാന്ന് വിചാരിച്ചില്ലെങ്കിൽ എന്റെ അമാശം വിചാരിക്കും ഞാൻ വലിയ കളർഫുൾ ആയിരിക്കുമെന്ന്. അങ്ങനെ അതെല്ലാം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവിടെ വേറൊരു പ്ലാൻ വന്നത്. ഇന്നത്തെ ആഹാരം വെളിയിൽ നിന്നാണ്. അതുകൊണ്ട് ഞാൻ 3 ഗ്ലാസ് വെള്ളം എടുത്ത് മാറ്റി വെച്ച് കഴിക്കുന്നതെല്ലാം ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബീഫിന്റെ സ്റ്റേക്ക്, ചിക്കന്റെ സ്റ്റേക്ക്, ഫ്രൈഡ് റൈസ്, ബട്ടർ നാൻ, പിന്നെ ഇതെന്താ ബേൺ ഫ്രൈഡ് റൈസ്, ചിക്കൻ നൂഡിൽസ് എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ എനിക്ക് വേണ്ടി ഒന്നും ഓർഡർ ചെയ്തില്ല, കാരണം ഇവരുടെ എല്ലാം ബാലൻസ് എനിക്ക് കിട്ടുമെന്ന് എനിക്ക് അത് നല്ലപോലെ അറിയായിരുന്നു. അങ്ങനെ ആദ്യം അച്ഛന്റെ ബേൺ ഫ്രൈഡ് റൈസ് കഴിച്ചു. അപ്പോൾ താണ്ട്ര ചാച്ചന്റെ സ്റ്റേക്ക് വന്നു. ഞാൻ നല്ല കഴിച്ചു. എന്റെ ബുദ്ധി എങ്ങനെ ചിക്കനും ബീഫും മാത്രമല്ല അവിടെ ഇരുന്ന പച്ചക്കറി എല്ലാം ഞാൻ തോണ്ടി കഴിക്കുന്നുണ്ട്. എന്റെ ആമേശം വിചാരിക്കും ഞാൻ വലിയ പരിഷ്കാരിയാണ്. നൂഡിൽസ് മാത്രം എന്റെ അടുത്തോട്ട് വരുന്നില്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി എടുത്തങ്ങ് തിന്നു. അത് കാര്യം അവൻ ചിക്കനും മീറ്റും ഒന്നും കഴിക്കത്തില്ല, അതുകൊണ്ട് അവന് വെജ് നൂഡിൽസാ പറഞ്ഞത്. ഞാൻ നോക്കില്ല, ഞാൻ അത് തന്നെ എല്ലാം എടുത്തും കഴിച്ചു. ഞാൻ ഇനി എടുക്കാതിരിക്കാൻ വേണ്ടി അവനത് മൊത്തം എടുത്ത് കമ്മത്തി. ആ വിഷമത്തിൽ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് അടുത്ത ഫ്രൈഡ് റൈസ് എടുത്ത് കഴിക്കാൻ തുടങ്ങി. ഫ്രൈഡ് റൈസ് ഒറ്റയ്ക്ക് ഇതിനുള്ള ഒരു വിഷം വരായിരിക്കും ഞാൻ കുറച്ച് മയോണൈസും കൂടെ കൂട്ടി അടിക്കുകയാണ്. അപ്പൊ താണ്ട്ര അടുത്ത വേസ്റ്റ് പാത്രം വരാൻ തുടങ്ങി. ഞാൻ പറഞ്ഞില്ല എന്റെ ബുദ്ധി എങ്ങനെയുണ്ട്. അപ്പൊ തന്നെ ഫോർക്കെല്ലാം എടുത്ത് അങ്ങോട്ട് മാറ്റിയിട്ട് കൈകൊണ്ടെല്ലാം വാരി തൂത്ത് തിന്നാൻ തുടങ്ങി. ആദ്യമേ ബേസ് വൃത്തിയാക്കാൻ വേണ്ടി അതിനകത്ത് ഫ്രൈഡ് റൈസ് എല്ലാം വാരി അങ്ങ് കഴിച്ചു. ശേഷം ഞാൻ അതെടുത്ത് റോളാക്കാന്ന് വെച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ താണ്ട്ര ഇവരെല്ലാം എന്നെ വല്ലാതെ നോക്കുന്നു. അങ്ങനെ അതും ഒതുക്കി പാത്രത്തിൽ വട്ടം വരച്ചോണ്ടിരുന്നപ്പോൾ അച്ഛൻ്റെ വേസ്റ്റ് ഉടനിരിക്കുന്നു. അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത സ്ഥലത്തോട്ട്. ഇതിന്റെയൊക്കെ പേര് ഞാൻ നിങ്ങൾക്ക് വായിച്ചു തന്നാൽ ഞാൻ വേറെ എവിടെയെങ്കിലും ആയി പോകും. അതുകൊണ്ട് സമയത്ത് നിങ്ങൾ തന്നെ വായിച്ചു. അങ്ങനെ നമ്മൾ ഷേക്ക് കടയിലെത്തി. നമ്മൾ ഇത്ര നേരം ഹാർഡായിട്ട് കഴിച്ചതെല്ലാം സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഇവരെ ഷേക്ക് കുടിക്കാൻ കൊണ്ടുവന്നതാണ്. ആരാണോ ആദ്യം വിളിക്കുന്നത് അവരുടെ അടുത്തോട്ട് പോകാൻ നിൽക്കണം. ആരും വിളിച്ചില്ല, അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങോട്ട് പോയി. അച്ഛൻ്റെ താടി പ്രതിഷേധം തീർത്താണ്. പഞ്ചായത്തിന് സ്ഥലം കൊടുക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ തടിയിൽ തന്നെ 3 വഴിയും കൊടുത്തു. പിന്നെ ഞാൻ ഇങ്ങനെ ഓടി നടന്ന് കുടിക്കുന്നതുകൊണ്ട് ആരും വൃത്തിയില്ലെന്ന് വിചാരിക്കില്ല. ഞങ്ങളൊരു കുടുംബമായോണ്ട് ഇങ്ങനെ ഓടി നടന്ന് കുടിക്കുന്നത്. പിന്നെ ഞാൻ അവിടുന്ന് പാഴ്സൽ വാങ്ങിച്ച് നേരെ വീട്ടിൽ പോയി കഴിച്ചു. സാറയുടെ ഈ തീറ്റിയുണ്ട് എല്ലാവർക്കും കൊതിയായിട്ട് അന്തം വിട്ടിരിക്കുകയാണ്. അയ്യോ ഞങ്ങൾക്ക് പറ്റുന്നില്ലല്ലോ പല്ലിൽ കമ്പി വരെ ഇട്ടിട്ടുണ്ട്, എന്നിട്ടാണ് ഇങ്ങനെ തിന്നുന്നത്. ഇത് ആർക്ക് പറ്റുമെന്നുള്ള രീതിയിൽ കൊതിയായിട്ട് വയ്യ. പക്ഷെ ഞാൻ പറയാം, എന്നിട്ട് ആൾക്കാരുടെ കുശുമ്പ് എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ ഒരു ഇത്രയൊക്കെ തിന്നിട്ട് ബോഡിയിൽ അതൊന്നും കാണാനില്ല, വണ്ണം എന്ന് പറയുന്നു വെക്കുന്നില്ല. പക്ഷെ അതെന്താണെന്ന് അറിയാം, കൊച്ചിന് 10-21 വയസ്സേ ഉള്ളൂ. ആ 21 വയസ്സിൽ നമ്മുടെ കലാഭവമണി പറഞ്ഞാൽ വരിക്കച്ചക്കട ചൊള കണക്കിന് തുടുതുടുത്തൊരു കല്യാണി എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രായമാണ്. ആ പ്രായത്തിൽ ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. ഞാനൊക്കെ ആണെങ്കിലും കല്യാണത്തിന് മുന്നേ ഈ ഒരു പ്രായത്തിൽ ഇതുപോലെയല്ല, ഇതിലൊക്കെ ഉണങ്ങിയിരുന്ന അന്നത്തെ കാലത്ത് നമ്മൾ എന്ത് വേഷം ഇട്ടാലും ആൾക്കാരെന്താ പറയാ, ആ ശകലം കൂടെ വണ്ണം ഉണ്ടായിരുന്നു നന്നായിരുന്നു ഇങ്ങനെ പറയും. അതിനുശേഷം കല്യാണമൊക്കെ കഴിഞ്ഞ് നേരെ വീർത്ത് കെട്ടി വന്നു തുടങ്ങിയപ്പോൾ ആൾക്കാരെന്താ തിരിച്ചു പറയും, അയ്യോ വണ്ണം കൂടി പോയി, പണ്ട് എന്തൊരു ഭംഗിയായിരുന്നു, ഇപ്പൊ എന്ത് ഇങ്ങനെയായിപ്പോയി, ഇങ്ങനത്തെ വർത്താനം പോയി. ഇത് 2 സ്റ്റേജാണ്. ഒരു പ്രായത്തിൽ നമ്മള് കല്യാണ സമയത്ത് പല സ്ത്രീകളും എങ്ങനെയെങ്കിലും കല്യാണം ആകുമ്പോഴത്തേനും ഒരു ശകലം വണ്ണയിൽ ഒപ്പിക്കാൻ വേണ്ടി പഠിച്ച പണി 18 ഉപയോഗിക്കും. പഴയ കാലത്ത് ഈ പഴയങ്കഞ്ഞി ഉള്ളിയും മോരും ഒക്കെ ഇട്ട് കഴിച്ചാൽ വണ്ണം വെക്കുന്നു. അതെല്ലാം എല്ലാ അടവും നോക്കും. എവിടെ ഒരു വണ്ണം വെക്കാലും ഒരു മാറ്റം ഉണ്ടാവില്ല. ഉണങ്ങി വന്ന് കല്യാണം കഴിച്ചിട്ട് ഉണങ്ങി നിൽക്കുന്നു, ഉണക്കേന്ന് വിളിക്കാവുന്ന രീതി. കുറച്ചാള് കഴിയുമ്പോഴത്തേന് നോക്കുമ്പോഴേ ആകെ ഏത് റേഷൻ കടയെന്നാ ഫുഡ് അരി മേടിക്കുന്നത് ചോദിക്കും. ആ ഒരവസ്ഥയിലേക്ക് ഈ കുട്ടി ഇപ്പൊ ഈ ഒരു പ്രായം ഉള്ളതുകൊണ്ട് പിന്നെ അതിന്റെ പാരമ്പര്യത്തിന്റെ ഒരു വശം കാണും കേട്ടോ. അതും കൂടെ കൂടിയാണ് ഇങ്ങനെ വണ്ണം വെക്കാതിരിക്കുന്നത്. ഇത് കണ്ട ആൾക്കാർ ആകെ കൂടി കൊതി അടിച്ചാണ് ഇരിക്കുന്നത്, ഞങ്ങൾക്കൊന്നും പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ. അതല്ല, സാറാടെ വ്ളോഗിന്റെ ഒരു രീതി എന്ത് വന്നാലും അതിനെ കോമഡി ആയിട്ട് കാണാം. അതാണ് ആ കൊച്ചിന്റെ പ്ലസ് പോയിന്റ്. ഹസ്ബൻഡ് അസുഖമായിട്ട് കാണുന്നത്, ആ കൊച്ചിന് വിഷമമൊക്കെ ഉണ്ട്, പക്ഷെ അത് പ്രസന്റ് ചെയ്യുന്നത് ഭയങ്കര ഫണ്ണി ആയിട്ട് പ്രസന്റ് ചെയ്യും. ഇപ്പൊ ഉള്ള അതൊരു വല്ലാത്ത നമുക്കും കൂടെ ഒരു മാതൃകയാക്കാം. ന്യൂജൻ കൊച്ചാണെങ്കിലും അതിനെ നമുക്കൂടെ ഒരു മാതൃകയാക്കാം. അങ്ങനെ അതെല്ലാം പോസിറ്റീവായിട്ട് കാണുന്ന ഒരു കൊച്ചാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.